ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയറ്റം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി, ഗുരു, വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ, ജീവയതി ഇത് ജീവഹ, ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എപ്രകാരം മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. വ്യാഴം മഹാവിഷ്ണുവാണ്, ജീവോ നാരായണ. വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജഗശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. നവഗ്രഹ സ്തോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷീനാഞ്ച ഗുരും, അല്ലേ? ദേവന്മാരുടെയും ഋഷികളുടെയും ആചാര്യനായ കാഞ്ചനസന്നിഭം, സ്വർണത്തിൻ്റെ ആ നിറത്തോടുകൂടിയ, സദൃശമായ നിറത്തോടുകൂടിയ, ശോഭയോടു കൂടിയവനും, ബുദ്ധിഭൂതം ത്രിലോകേശം, 3 ലോകത്തിൻ്റെയും ഈശനും, ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും. അതിനാൽ നവഗ്രഹ സ്തോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു. വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മേടമാസം 31-ാം തീയതി, അതായത് 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10 മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം 1 വർഷമാണ്. കഴിഞ്ഞ 1 വർഷമായി വ്യാഴം എവിടെയായിരുന്നു? ഇടവത്തിലായിരുന്നു. ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1 വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം. ശനി 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷം, വ്യാഴം 1 വർഷം. അതാണ് 12 രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ 12 വർഷത്തെ 12 ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട്, പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം. അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വ്യാഴം 1 വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം. വ്യാഴം 1201 ഇടവ മാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതി പുലർച്ചെ 2 മണി വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു. 1 വർഷക്കാലം സമയം ലഭിക്കുന്നതാണ്. അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട്. എപ്പോഴാണ് ആ മൗഢ്യം? 1200 ഇടവ മാസം 29-ാം തീയതി മുതൽ മിഥുനമാസം 23-ാം തീയതി വരെയുള്ള സമയം, അതായത് 2025 ജൂൺ 13 മുതൽ ജൂലൈ 7 വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട്. സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യമുണ്ടാവുക. സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക. മൗഢ്യമുള്ള വ്യാഴൻ്റെ സമയത്ത് സാമ്പത്തിക വിഷയം, സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, അവരുടെ രോഗാദി അരിഷ്ടതകൾ, രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ
ക്ലേശങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഏതായാലും മിഥുനത്തിലേക്ക് ഇതാ വ്യാഴം പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ വ്യാഴം മിഥുൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അത് തുലാം രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ്. കഴിഞ്ഞ 2.5 വർഷമായി 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെയധികം മാനസിക സംഘർഷങ്ങളെ ഉളവാക്കി തുലാം രാശിക്കാരെ വളരെയധികം മാനസികമായി ശാരീരികമായും പ്രയാസപ്പെടുത്തിയ വേളയിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് 8ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമായിരുന്നു. ശാരീരിക ക്ലേശങ്ങളും സഹോദരങ്ങളും സഹായികളും ഒക്കെ തന്നെ തനിക്ക് പ്രതികൂലമായി നിന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ ആ വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്ന സമയം. എന്നാൽ അതിൽ നിന്നും വളരെയധികം വിഭിന്നമായി ഇതാ തുലാം രാശിക്കാർക്ക് അതിശക്തമായി വ്യാഴം 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ ധർമ്മദൈവങ്ങളോടോ അല്ലെങ്കിൽ ധാർമ്മികമായ പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ ജ്യോതിഷം മുതലായ വിഷയങ്ങളോടോ ഈശ്വര ചിന്തയോടോ ഒക്കെ താല്പര്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്നും ആ വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലേക്കുള്ള മാറ്റം തുലാം രാശിക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു ശുഭ ഫലങ്ങൾ വളരെയധികം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. തുലാം രാശിക്കാർ ദേവബ്രാഹ്മണ സാധു പൂജന രഥ, ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും ഒക്കെ പൂജിക്കുന്നവരാണ്. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. പക്ഷേ എല്ലാം നേടിക്കഴിഞ്ഞാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തുലാം രാശിക്കാരെ കരിവേപ്പില പോലെ തള്ളിക്കളയും. ഇങ്ങനെയൊരു പ്രയാസം ലൈഫിൽ അനുഭവിക്കുന്നവരാവുന്നു തുലാം രാശിക്കാർ. ബന്ധുനാം ഉപകാരകൃത് വിരുദ്ധ തെക്ത തേഹി സപ്തമേ. ബന്ധുക്കൾക്ക് സുഹൃത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് അവസാനം ബാന്ധവന്മാരാൽ ബന്ധുക്കളാൽ പരിത്യജിക്കപ്പെടുക എന്നൊരു ഫലം തുലാം രാശിക്കാർക്കുണ്ട്. പലപ്പോഴും പ്രതീക്ഷ കൈവിട്ടു എന്ന് കരുതുന്ന സമയത്തായിരിക്കും, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, കൂരിരുട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് കാണുന്ന ഒരു വലിയ പ്രകാശധാരയായി പ്രകാശഗോളമായി വ്യാഴം 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ഇനി വളരെയധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശനി 6ാം ഭാവത്തിൽ ശക്തമായി നിന്നു തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇനി 9, 10, 11 ഭാവങ്ങളിൽ മിഥുനം, കർക്കടകം, ചിങ്ങം ഈ 3 രാശികളിലും 3 വർഷക്കാലം വ്യാഴം വരികയാണ്. അത് വളരെ പോസിറ്റീവായ ഫലങ്ങളെ തുലാം രാശിക്കാർക്ക് പ്രദാനം ചെയ്യും, ഒരു സംശയവും വേണ്ട. 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ തന്നെ വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞ ഫലം എന്താണ്? തപസ്വി എന്നാണ്. കഴിഞ്ഞ വർഷം 8ാം ഭാവത്തിലായിരുന്നു. ആ സമയത്ത് പറഞ്ഞ ഫലം നീചഹ എന്നാണ്. അനുചിതമായ കർമ്മങ്ങൾ ചെയ്യുക, തൻ്റെ കുലത്തിന്, ധർമ്മത്തിന്, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ മനസ്സും ശരീരവും പോകും, ബുദ്ധിയും പോകും. അതിൽ നിന്നും മാറി തപസ്വി, ഒരു തപസ്സനുഷ്ഠിക്കുന്ന രീതിയിലേക്ക് തുലാം രാശിക്കാർക്ക് ആ 9ലെ വ്യാഴം വളരെയധികം സത്ഫലങ്ങളെ, മാറ്റങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ചതുർഭൂമികം തദ്ഗൃഹം തസ്യ ഭൂമിപതിർ വല്ലഭോ വല്ലഭ ഭൂമിദേവാ. തദ്ഗൃഹം ചതുർഭൂമികം, തൻ്റെ ഭൂമി, തൻ്റെ വീട് 4 ഭാഗത്തായി വളരും, അല്ലെങ്കിൽ തൻ്റെ ഭൂമിയുടെ അളവ് 4 ഭാഗങ്ങളിലേക്ക് വരും. അതിനാൽ തനിക്ക് വീട്, ഭൂമി, കൂടുതൽ ഭൂമി വാങ്ങാനും വീട് ഡെവലപ്പ് ചെയ്യുവാനും അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വലിയ വീട് വെക്കുവാനും 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സപ്പോർട്ട് ചെയ്യും. ചതുർഭൂമികമെന്നാണ്. തൻ്റെ ഭൂമിയുടെ വ്യാപ്തി കൂടും. തസ്യ ഭൂമിപതിർ വല്ലഭോ വല്ലഭ ഭൂമിദേവാഹ. ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും അധികാരികളും തൻ്റെ സുഹൃത്തുക്കളാവും. തനിക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്യും. അതാണ് 9ലെ വ്യാഴത്തിൻ്റെ പ്രത്യേകത. ഗുരോധർമ്മകെ ബാന്ധവാസുർ വിനീതാഹ. തനിക്ക് നല്ല വിനീതരായ ബന്ധുക്കളെ ലഭിക്കും. ഇവിടെ വ്യാഴം സഹോദരപതിയാണ്. തനിക്ക് നല്ല സഹോദരങ്ങൾ, നല്ല സഹായികൾ, ഇവരാൾ താൻ അനുഗ്രഹീതനാകുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സദാലസ്യത അധർമ്മ വൈഗുണ്യഹാരി. അധർമ്മത്തിലുള്ള
വൈഗുണ്യത്തെ, വിഗുണതയെ നശിപ്പിച്ച് അദ്ദേഹം എന്തു ചെയ്യും? ധർമ്മനിരതനാകും. ധാർമ്മികതയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ മനസ്സും ശരീരവും തയ്യാറായി നിൽക്കും. പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന, മന്ദിരം ദേവാലയവുമായി ബന്ധപ്പെടുന്ന അധികാര സ്ഥാനങ്ങളിൽ 9 നിൽക്കുന്ന വ്യാഴം ഒരു വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കും. അത്ര ശക്തമാണ് 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം. സദാലസ്യത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും അലസത വരും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഉറക്ക തൂക്കിയാകും. പ്രത്യേകിച്ച് ഇവിടെ നാം മനസ്സിലാക്കണം, തുലാം രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത്. ഒന്ന് 3-ാം ഭാവം, സഹായികൾ, സഹോദരങ്ങൾ, അവർ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. മറ്റൊന്ന് വ്യാഴം രോഗാധിപനാണ്. ആ രോഗാധിപനായ വ്യാഴം 9-ാം ഭാവത്തിൽ മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം സുഖഭോഗങ്ങളുടെ രാശിയാണ്, മെറ്റീരിയലിസ്റ്റാണ്, ഭൗതികമായ സുഖത്തിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ പലപ്പോഴും ഈ ശ്ലോകത്തിന് ഈ ഒരു അർത്ഥം വളരെ പ്രയോജനകരമായി തീരുന്നതാണ്. അത് നല്ല സെൻസിലെടുക്കണം എൻ്റെ പ്രേക്ഷകർ. മിഥുനത്തിലെ വ്യാഴം സുഖിമാനാണ്. അപ്പോൾ പലപ്പോഴും അധികം കഷ്ടപ്പെടാൻ പറ്റില്ല. അലസത, സ്വപ്നജീവിയാകാൻ പാടില്ല തുലാം രാശിക്കാർക്ക് ഈ ഒരു വർഷം വരുന്ന വ്യാഴത്തിൻ്റെ സമയം. കാരണം ഇപ്പോൾ വിത്തിട്ടാൽ അത് പൊടിച്ച് പടർന്ന് പന്തലിച്ച് വലിയ രീതിയിലൊരു വ്യക്തിക്ക് മുന്നേറാൻ പറ്റുന്ന സമയമാണ് 9, 10, 11. അവിടെ മനസ്സിലാക്കണം, 9-ാം ഭാവത്തിൽ വ്യാഴം ശത്രുക്ഷേത്രത്തിലാവട്ടെ, 10-ാം ഭാവം കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. 11ആണെങ്കിൽ സിംഹക്ഷേത്രം തൻ്റെ സുക്ഷേത്രമാണ്. പലപ്പോഴും ചിങ്ങൻ രാശിയിലെ വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? സിംഹേ കർക്കടവത് ഫലാനി. കർക്കടകത്തിനെ പോലെയുള്ള അതേ ഫലം വ്യാഴത്തിന് സിംഹൻ രാശിയിൽ ചിങ്ങൻ രാശിയിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആശ്രയഫലം? ചാന്ദ്രേ രത്നസുത സുതാരവിഭവ എന്നാണ്. രത്നസുത, നല്ല സന്താനങ്ങൾ ഉണ്ടാകും. സുതാര, നല്ല ഭാര്യ. സുവിഭവ, നല്ല വിഭവങ്ങൾ. വ്യാഴം സമ്പത്തിൻ്റെ പ്ലാനറ്റാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു. സമ്പത്ത് കാരകനാണ് വ്യാഴം. അതിനാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഒക്കെ തന്നെ ഈ വ്യാഴത്തിൻ്റെ 3 വർഷ സമയത്ത് തുലാം രാശിക്കാർക്കുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് 3 ഭാവങ്ങളിലേക്കാണ്. പ്രധാനപ്പെട്ട ദൃഷ്ടി സഹോദര സ്ഥാനത്തേക്ക്. സഹോദരങ്ങൾക്കും സഹായികൾക്കും ഈ വ്യാഴം നന്മകൾ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ്. 5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി, 9-ാം ഭാവ ദൃഷ്ടി. അതിനാൽ നല്ല സന്താന യോഗം ഇവിടെ ഉണ്ടാകും. പിന്നെ വ്യാഴത്തിൻ്റെ പ്രധാന ദൃഷ്ടി ഏത് ഭാവത്തിലേക്കാണ്? 5-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കുമാണ്. 5-ാം ഭാവത്തിലേക്ക് എവിടെയാണ് ദൃഷ്ടി ചെയ്യുന്നത്? വ്യാഴം മിഥുനത്തിൽ നിൽക്കുമ്പോൾ തുലാത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം തുലാം രാശിക്കാർക്ക് പഠന വിഷയം, പൊസിഷൻ, പദവി, ഗുരുശ്ച ഗുരുതാം, ഉയർന്ന ഗുരുത്വം, ഗൗരവതരമായ അവസ്ഥ സംജാതമാക്കും തുലാം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അവർ വിദ്യാസമ്പന്നരാകും, വിദ്യ കൊണ്ട് പൂർണ്ണരാകും. വ്യാഴം പുത്രകാരകനാണ്. തുലാം രാശിക്കാരായ കുട്ടികൾക്ക് വിദ്യയുടെ പൂർണ്ണത ലഭിക്കും. വ്യാഴം അതിനുവേണ്ടി ആ തുലാം രാശിക്കാരായ കുട്ടികൾക്ക് വേണ്ടി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അവർക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ ലഭിക്കും. വ്യാഴം വിത്താലയമാണ്, ബാങ്കാണ്, സമ്പത്താണ്. അതിനാൽ സാമ്പത്തികമായും ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനം, സ്കോളർഷിപ്പ്, ഇതിനൊക്കെ തന്നെ നന്മകൾ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, തുലാം രാശിക്കാർ അടനഹ സഞ്ചരിക്കുന്നവരാണ്. ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോകുന്നു. അങ്ങനെ ദേശം വിട്ടവർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. കഴിഞ്ഞ 1 വർഷം അഷ്ടമവ്യാഴം സ്വന്തം വീട്ടിൽ നിൽക്കാറില്ല. ഒരു വിദ്യാർത്ഥി ദൂരത്തായിരിക്കും, കർമ്മമേഖലയിലായാലും പഠനത്തിലായാലും. അവർക്കൊക്കെ കഴിഞ്ഞ 1 വർഷം അവർ അനുഭവിച്ച ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, അതിന് പരിഹാരമായി ആ വ്യാഴം 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് അർത്ഥം. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശിക്കാർ, അതിശോഭനമായ നല്ലൊരു വ്യാഴവർഷത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി. എല്ലാ തുലാം രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഭാവി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.